വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 24 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. വേദനകളുടെ ആരംഭം. അവൻ ഒലീവ് മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവനെ സമീപിച്ചു ചോദിച്ചു, ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിന്റെയും യുഗാന്തത്തിന്റെയും അടയാളമെന്തെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. യേശു പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. പലരും എന്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണ് എന്ന് പറയുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും. നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും, അവയെ പറ്റിയുള്ള കിംവദന്തികളും. എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത്, കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. എന്നാൽ ഇനിയും അവസാനമായിട്ടില്ല. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കും. ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും. ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം മാത്രമാണ്. അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. അവർ നിങ്ങളെ വധിക്കും. എന്റെ നാമം നിമിത്തം സർവ്വജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കും. അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ദ്വേഷിക്കുകയും ചെയ്യും. നിരവധി വ്യാജ പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കും. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. അതിനുശേഷം അന്ത്യം ആഗതമാകും. സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള പ്രാപ്തിയാണ് ജീവിത വിജയം ഉറപ്പുവരുത്തുക. ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന യേശു ശിഷ്യന്മാരുമൊത്ത് നേരെ പോയത് ഒലിവ് മലയിലേക്കായിരിക്കാം. അവിടെ വെച്ച് ശിഷ്യന്മാർ യേശുവിനോട് തങ്ങളുടെ മനസ്സിനെ അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അവർക്കറിയേണ്ടത് യേശു പ്രവചനാത്മക ഭാവത്തിൽ പറഞ്ഞ ദേവാലയത്തിന്റെ നാശം എപ്പോൾ സംഭവിക്കുമെന്നും യുഗാന്ത്യം എപ്പോ നടക്കുമെന്നും അങ്ങയുടെ രണ്ടാമത്തെ ആഗമനം എന്ന് പറയുന്നത് എന്താണ്, അത് എപ്പോഴാണത് നടക്കുമെന്നും എന്നൊക്കെയുള്ള സംശയങ്ങളാണ് അവർക്ക് ചോദിച്ചു മനസ്സിലാക്കാനുണ്ടായിരുന്നത്. യേശു അവരെ സശ്രദ്ധം ശപിച്ചതിന് ശേഷം തന്റെ മനസ്സ് അവർക്കായിട്ട് തുറന്ന് പങ്കുവെക്കുകയാണ്. യേശു പറയുന്നു, മക്കളെ, ഇവയെപ്പറ്റിയെല്ലാം പല കെട്ടുകഥകളും കിംവദന്തികളും നിങ്ങൾ സമൂഹത്തിൽ നിങ്ങളുടെ ചുറ്റുപാടിലും പരക്കുന്നതായിട്ട് നിങ്ങൾ കേൾക്കും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അവയിലൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. അത് നിങ്ങളെ വഴിതെറ്റിക്കുന്നതിനുള്ള അവസരങ്ങളായിട്ട് വേണം കരുതാൻ. യഥാർത്ഥത്തിൽ ചില സ്ഥലത്ത് ക്ഷാമങ്ങളും മറ്റു ചില സ്ഥലത്ത് യുദ്ധങ്ങളും വേറൊരു സ്ഥലത്ത് അപകടങ്ങളും സംഭവിച്ചേക്കാം. പക്ഷേ ഇതൊക്കെ കണ്ട് ലോകാവസാനത്തിന്റെ സൂചനയാണ് എന്ന് നിങ്ങൾ ധരിക്കരുത്. ലോകാവസാനം, മനുഷ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം, ഇവയൊക്കെ ദൈവം ഇനിയും അതിന്റെ സമയം വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇത്തരം പ്രകൃതി സംഭവങ്ങളൊക്കെ അത് സ്വാഭാവികമായിട്ട് പ്രകൃതിയിൽ നടക്കുന്നതായിട്ട് വേണം നിങ്ങൾ ധരിക്കാൻ. നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിടിച്ചു നിൽക്കാനുള്ള കഴിവും അങ്ങനെ പിടിച്ചു നിന്നുകൊണ്ട് സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള പ്രാപ്തിയുമാണ്. അങ്ങനെ ഉള്ള ആ സ്ഥിതിവിശേഷമാണ് നിങ്ങളുടെ ജീവിതത്തിന് വിജയം ഉറപ്പുവരുത്തുക എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത് എന്ന് യേശു അവരെ ഓർമ്മിപ്പിക്കുന്നു.